നമസ്തേ. അമ്മേ നാരായണ. കൊല്ലവർഷം 1200 അതായത് 1200 പിറന്നു. അതായത് 12ാം നൂറ്റാണ്ടിലെ മലയാള ഭാഷപ്രകാരം 11ാം നൂറ്റാണ്ട് അവസാനിച്ചു. 12ാം നൂറ്റാണ്ടിലെ 1ാമത്തെ മാസത്തിലെ 1ാമത്തെ ദിവസം നമ്മൾ ശനിയാഴ്ചയാണ്. നമ്മളെല്ലാവരും സൂര്യഭഗവാനെ എതിരേറ്റൊക്കെ കഴിഞ്ഞു. സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് സൂര്യഭഗവാനെ എതിരേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഒരു നിമിഷം സൂര്യഗായത്രി ഒന്ന് ജപിക്കാം. സൂര്യഗായത്രി ഒന്ന് ജപിക്കുന്നത് കാരണം സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ, ജ്യോതിശാസ്ത്രം അറിയുന്ന ഏതൊരാളും, ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസികളെല്ലാവരും ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവായ, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിലെ രാശിചക്രത്തിലെ ഏറ്റവും വലിയ നാഥനായ ആ പിതാവിൻ്റെ സ്ഥാനത്തുള്ള സൂര്യഭഗവാൻ സ്വന്തം ക്ഷേത്രത്തിൽ നിന്ന് അനുഗ്രഹം തരാൻ നിൽക്കുമ്പോൾ ആ സൂര്യഭഗവാനെ സ്തുതിച്ചുകൊണ്ട് സൂര്യഗായത്രി നമുക്കൊന്ന് ചൊല്ലാം. ഓം ഭൂർഭുവസ്വഃ തത്സർവിതുവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അങ്ങനെ സൂര്യഗായത്രി ജപിച്ചു. അത് 3 വട്ടോ 12 വട്ടോ അവനവന് ഇഷ്ടമുള്ള അത്രയും സൂര്യഭഗവാനെ നോക്കി നമ്മൾ പ്രാർത്ഥിച്ച് ഒരു സൂര്യ നമസ്കാരമൊക്കെ ചെയ്തു. സൂര്യ നമസ്കാരം കഴിയാൻ പറ്റാത്തവർ ഒന്ന് ശിരസ് കുമ്പിട്ടൊന്ന് നമസ്കരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ശിരസ് കുമ്പിട്ട് ഒന്ന് ഒരു വന്ദനം അറിയിക്കാം. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജ സ്രോതസ്സാണല്ലോ സൂര്യഭഗവാൻ. അപ്പോൾ പിതാവായ സൂര്യഭഗവാനെ നമ്മൾ വന്ദിക്കുമ്പോൾ ഒരു 4 വരി ശ്ലോകം കൂടി ചെല്ലാം. ആദിത്യനല്ലേ, പ്രപഞ്ചത്തിൻ്റെ ഊർജത്തിൻ്റെ ഉറവിടമല്ലേ. അപ്പോൾ ജയതു ജയതു സൂര്യം സപ്തലോകൈക ദീപം കിരണശമിത പാപം ക്ലേശദുഃഖസ്യ നാശം അരുണ നിഗമഗമ്യം ചാതിമാദിത്യമൂർത്തി സകല ഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി. എല്ലാവരും ആ സൂര്യതേജസ്സിനെ നമസ്കരിച്ചു. രാശിചക്രത്തിലെ പിതാവിനെ നമസ്കരിച്ചു. പിതാവിൻ്റെ കാരകത്വം ശിവഭഗവാനുണ്ട്, അതുവഴി ശിവഭഗവാനെയും നമ്മളൊന്ന് നമിച്ചു. അപ്പം രാശിചക്രത്തിലെ പിതാവിനെ സ്മരിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ മാതാവിനെ കൂടി ഒന്ന് കാണണമല്ലോ. നമ്മൾക്കറിയാം, ഇന്നലെ അതായത് 2024 ഓഗസ്റ്റ് 16 രാത്രിയിലാണ് സൂര്യൻ ചിങ്ങരവിസംക്രമം നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് മാതാവ് അപ്പോൾ എവിടെയായിരുന്നു? ആ സ്ഥാനത്ത്, അതായത് ആ സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശി. ചന്ദ്രനെയാണ്, സൂര്യനെ പിതാവായും ചന്ദ്രനെ മാതാവായുമാണ് കാണുന്നത്. അപ്പോൾ മാതാവ് നിൽക്കുന്ന രാശി, ചന്ദ്രൻ നിൽക്കുന്ന രാശി ധനുരാശിയിലാണ്. പൂരാടം നക്ഷത്രത്തിലാണ് നമ്മൾ ചിങ്ങരവി സംക്രമം നടന്നത്. സൂര്യൻ കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് വന്നത്. അമ്മ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക്. അമ്മ വീടാണ് കർക്കിടകൻ രാശി. അപ്പോൾ ആ ചന്ദ്രൻ ഇപ്പോൾ നിൽക്കുന്നത് ധനുരാശിയിലാണ്. ആ ധനുരാശിയിൽ നിൽക്കുന്ന ആ അമ്മയെ ഇന്ന് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ഇത്രയും സമയം വരെ ചന്ദ്രൻ ധനുരാശിയിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ പൂരാടത്തിൻ്റെ അവസാന പാദം കഴിഞ്ഞു. ഇനി ഉത്രാടത്തിൻ്റെ ആദ്യ പാദം വരെയും ചന്ദ്രൻ ഈ രാശിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ സമയം നമ്മൾ അമ്മയെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയെ പ്രാർത്ഥിക്കാൻ നമുക്ക് എളുപ്പമാണ്. ചന്ദ്രനെ നമ്മൾ ദുർഗാദേവിയെ കൊണ്ടാണ് സർവമംഗളങ്ങളും നൽകുന്ന ദേവിയായി നമ്മൾ കാണുന്നു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ദേവി മഹാത്മ്യത്തിലെ ഏകാദശോധ്യായത്തിൽ, അതായത് 11ാം അധ്യായത്തിലെ ഒരു ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒന്നിവിടെ ചൊല്ലി ആ അമ്മയെ മനസ്സിൽ കുടികൊണ്ടു. അച്ഛൻ്റെ പോലെ തന്നെ തുല്യ പങ്ക് അമ്മയ്ക്കുണ്ട്, അല്ലെങ്കിൽ കൂടുതലേ ഉള്ളൂ. അപ്പോൾ അമ്മയെ മനസ്സിൽ കുടികൊള്ളിച്ചു. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ആ അമ്മയെ ഒന്നും കൂടി കുറച്ചുകൂടി നമ്മുടെ പെറ്റമ്മയായി കാണണം. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ.
അപ്പോൾ അമ്മയെ നമ്മൾ പെറ്റമ്മയെ പോലെ കരുതി ആ മാതൃവാത്സല്യത്തിനായി അമ്മയോട് അമ്മയുടെ അനുഗ്രഹം വാങ്ങി. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇനി ഗുരുവിനെയാണ്, അതായത് അമ്മ സൂര്യൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ്, ഇനി മാതാവായ ചന്ദ്രൻ നിൽക്കുന്നത് ധനുരാശിയിലാണ്. അപ്പോൾ ആ രാശിയുടെ നാഥനെ കൂടി നമുക്കൊന്ന് പ്രകീർത്തിക്കണം. ധനുരാശിയുടെ നാഥൻ എന്ന് പറയുന്നത് എല്ലാവർക്കും മാർഗനിർദ്ദേശം നൽകുന്ന, ദൈവാധീനം നൽകുന്ന, ഗുരുത്വം നൽകുന്ന ആ ഗുരുവാണ്. അപ്പോൾ ഗുരുവിനെ നമുക്കൊന്ന് എന്തൊക്കെയാണ്, ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നമുക്ക് ഗുരുത്വം ഉണ്ടെങ്കിലേ അത് ഭംഗിയാവുള്ളൂ, ദൈവാധീനം ഉണ്ടെങ്കിലേ അത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഗുരുത്വത്തിനും ദൈവാധീനത്തിൻ്റെയും എല്ലാം മൂർത്തിയായ ഗുരുവിനെ നമിക്കുന്നു. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുരുവിനെ എങ്ങനെ കാണാം? ഗുരു ബ്രഹ്മോ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുവിനെ നമ്മൾ മനസ്സുകൊണ്ട്, നമ്മുടെ അച്ഛനും അമ്മയാണ് ആദ്യത്തെ. അഖിലാനപരാധാന്മേ ക്ഷമസ്യ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നമ്മൾ അച്ഛനെയാണ് അച്ഛനും അമ്മയുമാണ് കൺകണ്ട ദൈവങ്ങൾ, അവർ തന്നെയാണ് ഗുരുക്കന്മാർ. അപ്പം അവരെ നമ്മൾ പ്രാർത്ഥിച്ചു. സമസ്ത ചെറിയ അറിവ് പോലും നൽകിയ എല്ലാ ഗുരുക്കന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനി ഗുരുവില്ല എന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശിവഭഗവാൻ ദേവാദിദേവനായ മഹാദേവനെ തന്നെ, അദ്ദേഹത്തിൻ്റെ ദക്ഷിണാമൂർത്തി സ്വരൂപത്തെ നമുക്ക് ഗുരുവായി കാണാം. മഹാദേവന്റെ ദക്ഷിണാമൂർത്തി സ്വരൂപമുള്ളത് നമുക്കറിയാം. ഏറ്റുമാനൂർ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല. അഘോരമൂർത്തിയായ ഏറ്റുമാനൂർ ക്ഷേത്രത്തില് ഏറ്റുമാനൂരപ്പൻ്റെ പടിഞ്ഞാട്ട് ധരിക്കുന്ന ഏറ്റുമാനൂരപ്പൻ്റെ ഇടത് ഭാഗത്തായി ദക്ഷിണാമൂർത്തിയുണ്ട്. അപ്പോൾ ആ ദക്ഷിണാമൂർത്തി സ്വരൂപത്തെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക, ഗുരുവായിട്ട് എടുക്കുക. പിന്നെ എറണാകുളം ജില്ലയിലെ പാവക്കുളത്തമ്പലത്തിലെ പാവക്കുളത്തപ്പൻ്റെയും പാവക്കുളത്തമ്മയുടെയും ഇടയിലായി അവിടെയുമുണ്ട് ദക്ഷിണാമൂർത്തിക്ക് പ്രത്യേക സ്ഥാനം. അവിടെയും ദക്ഷിണാമൂർത്തി. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലുണ്ട്. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ശിവഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ കൂടുതലായും ദക്ഷിണാമൂർത്തിക്ക് സ്ഥാനമുണ്ട്. അപ്പോൾ ദക്ഷിണാമൂർത്തി ഭാവത്തിലിരുന്നു കൊണ്ടാണ് ശിവഭഗവാൻ ഗുരുക്കന്മാർക്ക്, ഋഷിമാർക്കൊക്കെ ഉപദേശങ്ങൾ നൽകിയിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഗുരുവില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. ദക്ഷിണാമൂർത്തി ഭഗവാനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ ഗുരു എന്ന് കേട്ടാൽ തന്നെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ട ദൈവമായ നമ്മുടെ ഗുരുവായൂരപ്പൻ അറിയാലോ, സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ആ ജീവിതം അവസാനിക്കുന്നത് വരെ പൂജിച്ചിരുന്ന മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു പ്രതിമ, അതായത് ശംഖ് ചക്ര ഗദാപുഷ്പമുള്ള ആ വിഗ്രഹമാണ് പ്രളയത്തിൽ കടലിൽ താഴ്ന്നു പോവുകയും അതിനെ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ച സ്ഥലമാണ് അത്രേ ഗുരുവായൂര്. ശരിക്കും അത് നമ്മൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുക, എൻ്റെ കണ്ണ എന്നൊക്കെ വിളിക്കുമ്പോഴും അവിടെ ഗുരുസ്ഥാനത്ത് തന്നെയാണ്. ഗുരുവും വായുവും കൂടി അവിടെ പ്രതിഷ്ഠിച്ചത് കൊണ്ട് അവിടെ ഗുരുവിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പനെ ഗുരുവായിട്ട് കണ്ടും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ഗുരുത്വം അല്ലെങ്കിൽ ദൈവാധീനം ഉണ്ടാവുവാൻ എല്ലാവരും ഗുരുവിനെ പ്രാർത്ഥിക്കണം. വിഷ്ണു സഹസ്രനാമം ചെല്ലണം, അല്ലെങ്കിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കണം. ഈ ദിവസം എല്ലാവരും വിഷ്ണുവിനെയും ശിവഭഗവാനെയും സൂര്യഭഗവാനെയും അമ്മയെയും എല്ലാം പ്രാർത്ഥിച്ച് ഈ വർഷം മുഴുവനും ഈ 2200 ആണ്ട് ഏറ്റവും സമ്പൽ സമൃദ്ധിയുള്ളതായി തീരാൻ ദേവി അനുഗ്രഹിക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.